നമസ്കാരം. അപ്പം ഇന്ന് ഭാരത് ബന്ദ് വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്കൂൾക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ലീവായതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചക്കറികൾക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പം നമ്മളെ കിയാറൊക്കെ ആണെങ്കിലും കുറേ വിളവെടുക്കാനുണ്ട്. അപ്പം ഞാൻ കുറേ നിന്ന് നിങ്ങളെ ചടിപ്പിക്കണില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ബന്ദിൻ്റെ വേറൊരു ആഘോഷമായിട്ട് നമ്മളെ ഇക്കത ഇവിടെ ചെറുതേന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇക്കപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇക്കപ്പം എടുക്കുന്ന ഒരു കൂടാണ്. അതവിടെ ഇവിടെ വേറൊരു കൂടും കൂടുണ്ട്. ഇത് വേറൊരു കൂടും കൂടുണ്ട്. പിന്നെ മേലെ ഒരു 2-3 കൂടും കൂടുണ്ട്. ഈ ബോക്സ് നോക്കണ്ട, ഇത് ഇങ്ങനെ ഫൈബറൊക്കെ ചെയ്ത് വരുമ്പോൾ ഓരോ ബോക്സിൽ ഇങ്ങനെ ചെറുതേന് കൂടിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന ബോക്സുകളാണ് ഈ കാണുന്നത്. കൂടാതെ ഇത് കണ്ടോ, ഇത് ഒക്കെ പഴയ ചട്ടിയാണ്. ഞങ്ങൾ മറ്റേ സിമൻറ്റും അതേപോലെ തന്നെ കാവിയും മിക്സ് ചെയ്തിട്ട് അടിച്ചതാണ് ഇത്. അതേമാതിരി അവിടെയൊക്കെ ഫുള്ള് എല്ലാ ചട്ടിയും പഴയ ചട്ടി തന്നെയാണ്. നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് പുതിയ ചട്ടി പോലെ പുതുമാക്കി എടുത്തതാണ്. അപ്പം ഇതിലേക്കുള്ള വളവും മണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് റെഡിയാക്കലാണ് നമ്മളെ ഇന്നത്തെ ജോലി. ഇക്കവിടെ ഇരുന്ന് തേൻ എടുത്തോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ പോണില്ല. നമുക്ക് തേൻ കുടിച്ചാൽ മതി. ഇത്തിരി ഡേഞ്ചറസ് ആണ്, കാരണം ചെവിക്കും മൂക്കും കണ്ണുക്കും ഒക്കെ കയറിയിട്ട് ആകെ പണി വാളും. അതുകൊണ്ട് എനിക്ക് ആ നെറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കണത്. എന്തായാലും നമുക്ക് ഈ പോട്ടി മിക്സ് ഒന്ന് റെഡിയാക്കണം, നമുക്കൊന്ന് കാണാം. കൂടാതെ നമ്മളെ കിയാർ ഏറ്റവും വലുതായി മതിലിൻ്റെ ഒക്കെ എത്രയോ ഇതായി. അപ്പോൾ എനിക്ക് പൊട്ടിക്കാത്താത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ മതിൽ ചാട്ടൊക്കെ നിർത്തിയിട്ട് മേലെ കയറിയിട്ടാണ് ഇതാക്കുന്നത്. ഇതിൻ്റെ മേലൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചാക്കാം. അപ്പോൾ എന്തായാലും ഭാരത് ബന്ദ് ആയതുകൊണ്ട് ലീവ് ആയിരുന്നു. അപ്പോൾ എനിക്കിതാ ഉഷാറായിട്ടുണ്ട്. ചെടികളൊക്കെ നന്നായിട്ട് പരിപാലിക്കാൻ പറ്റിയൊരു ദിവസമായിട്ട് നമുക്ക് ആവശ്യമുള്ള കുക്കുംബർ ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും കുക്കുംബർ വെച്ചൊരു സ്പെഷ്യൽ ജ്യൂസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അടിയിലെത്തി. അടിയിൽ കുറേ കുക്കുംബർ പഠിക്കണ്ട. അപ്പം നമുക്കൊന്ന് കുറച്ച് അപ്പം ഇവിടുന്ന് കുറേ പഠിക്കാനുണ്ട്. ആവശ്യത്തിന് അറ കിട്ടിയിട്ടുണ്ട്, കവർ നിറച്ച് കിട്ടിയിട്ടുണ്ട്. പൊന്തിക്കാൻ വയ്യ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീപെയിൻറ്റിങ് ആണ്. ഇവിടെയൊക്കെ കളർ ഫെയ്ഡ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ബന്ദിൻ്റെ എല്ലാ പണിയും കൂടെ ഇപ്പോൾ ഈ ഒരു പണിയും കൂടെ ഒക്കെ ആക്കി. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വളമായ ട്രൈക്കോഡെർമ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല വളമാണ്, അടിപൊളി വളമാണ്. പ്രാവശ്യം കിട്ടിയ അടിപൊളി വളമാണ്. അപ്പം നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കൽ ഒരു ബക്കറ്റും അതേപോലത്തെ ഒരു ബക്കറ്റിലും മണ്ണും ഒരേ തുല്യമായിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഞാൻ ചെറിയ ബക്കറ്റിൽ എടുക്കണുണ്ട്, ശരിക്ക് പൊന്തിനല്ല എടുക്കാൻ വെച്ചുള്ളൂ. അപ്പോൾ ഞാനൊരു ബക്കറ്റ് വളം ഇതിലിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള മണ്ണ് എടുത്തുതരാം. സെയിം ബക്കറ്റ് തന്നെ ബക്കറ്റിൽ തന്നെ മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് കൊട്ടിയിട്ട് ഇവിടുന്നാണ് ഞങ്ങൾ സാധാരണ മിക്സ് ചെയ്ത്
കഴിഞ്ഞിരിക്കണേ. ഇനി നമ്മൾ അവിടെ ഇന്നലെ പഞ്ചായത്തിൽ നിന്നൊക്കെ കുറച്ച് വെണ്ടയും അതേമാതിരി സിറം വറുത്തിപ്പെട്ട മുളകും കിട്ടിയിട്ടുണ്ട്. അവിടെ സ്യൂഡോമോണസോണിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാട്ടിയിട്ട് ഇപ്പോൾ ഇതാ ഈ ചട്ടിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോടെ നമ്മൾ മണ്ണ് നട്ടുള്ളൂ. ഞാൻ വിത്തുകൾ നട്ടിട്ട് പൊന്തി വരുമ്പോഴാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്പോസ്റ്റും അതേമാതിരി പച്ചക്കറിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ മേലുഭാഗം നമ്മൾ നിറക്കൽ. തന്നെ അവിടെ ഇട്ട് നമ്മളെ സീഡ്സ് നമ്മൾ ഇതിലിട്ട് മുളപ്പിക്കുകയാണ്. ഇങ്ങനെ കുറേ ചട്ടിയുണ്ട്, അതിലൊക്കെ നിറക്കാണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മറ്റേ ഭാരത് ബന്ദ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ ഈ ബന്ദ് ഉഷാറായിട്ടുണ്ട് എനിക്ക്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അത് വെയിറ്റ്. അപ്പം ഇത് നമ്മളെ കാലാപാടി നമ്മളെ വീട്ടിലെ വീട്ടുകാർക്കൊക്കെ ആവശ്യത്തിനുള്ള കാലാപാടി ചെറിയ മരമാണ്. 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നന്നായി കഴിച്ചു. ഇപ്പോൾ ഇവിടെ പൂടുന്നുണ്ട്, കായ്ച്ച് നിന്നിട്ട്. അപ്പോൾ പൂടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. പിന്നൊരു കാര്യം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.